നമുക്കിന്ന് തൈരും മുളകും കൊണ്ടാട്ടം ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ് എല്ലാം ഇങ്ങനെ പഴുത്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് മുളകെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നികക്കെ തൈര് ഒഴിക്കണം, പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ ഇത്ര തൈരുള്ളൂ. അപ്പം ഞാനുള്ള തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചേറെ ഉപ്പ് വേണം, എങ്കിലേ നമ്മളെ കൊണ്ടാട്ടത്തിൽ എരി പിടിച്ച് വരുമ്പോഴത്തേന് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഇതിപ്പം തൈരും ഉപ്പും എല്ലാം കൂടെ ഞാൻ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വൈകിട്ട് 7 മണിയൊക്കെ ആയ സമയത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നൈറ്റ് മൊത്തം ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് വെയിൽ വരുമ്പോഴത്തേന് വെയിലത്ത് വെച്ച് ഉണക്കാവേ. നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്, ഉണങ്ങി വരട്ടെ. നമ്മൾ ഉപ്പും തൈരും എല്ലാം ഇട്ട് വെച്ചിരുന്ന ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. പിന്നെ അതിനകത്ത് തൈരുണ്ട്. അപ്പം നമുക്കത് ഇന്ന് വെയിലത്ത് വെച്ച് ഉണക്കാം. നമ്മുടെ മുളകെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കൊണ്ടാട്ടമാക്കിയ മുളകെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ അടച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ.